പൃഥ്വിരാജ് ഇച്ചിരി അഹങ്കാരിയാണെങ്കിൽ എന്താ നല്ലൊരു അഭിനേതാവല്ലേ എന്നുള്ള രീതിയിലായിരുന്നു തുടക്കത്തിൽ. പക്ഷെ പോകെ പോകെ കൂടെ ജോലി ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ പലരും തന്നെ പൃഥ്വിരാജ് അത്രത്തോളം നല്ലൊരു ആക്ടർ അല്ല, പക്ഷെ നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ്, നല്ലൊരു ടെക്നീഷ്യൻ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലെന്ന് പറയുമായിരുന്നു. എന്നാൽ ഈ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടർ മലയാള സിനിമയിലേക്ക് സംഭാവന ചെയ്ത ലൂസിഫർ, ബ്രോഡാഡി, എമ്പുരാൻ എന്ന് പറഞ്ഞ 3 സിനിമകൾ വന്നപ്പോഴത്തേക്കും തന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ആണോ എന്നുള്ള കാര്യത്തിൽ ആളുകൾക്ക് സംശയം തോന്നി. ഇതെല്ലാം പോട്ടെ, മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നട്ടലുള്ള ഒരുത്തൻ, നെഞ്ചുറപ്പുള്ള ഒരുത്തൻ ഉണ്ടല്ലോ, ആരോട് എന്തും തുറന്നു പറയുന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ജെന്റിൽമാൻ ആണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരുന്നു. ആളുകളുടെ ഉള്ളിൽ അങ്ങനെ ഇമേജ് ഉണ്ടായിരുന്നു, ആളുകളുടെ മുമ്പിലും. എന്നാൽ എമ്പുരാൻ ഇറങ്ങി BJPക്കാരും RSS എല്ലാവരും ഒന്ന് ഇളകിയപ്പോഴത്തേക്കും BJP ലീഡേഴ്സ് ആരും സിനിമയെ ഹേർട്ട് ചെയ്തെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ മാനിക്കണമെന്നും സിനിമയായിട്ട് കാണുന്നു, ഞാൻ സിനിമ കാണുന്നൊക്കെ കേരളത്തിലെ BJP ലീഡറൊക്കെ പറയുന്ന അവസ്ഥയിൽ പോലും പുറകെ ബിഹൈൻഡ് ദ ക്യാമറ ആരാണ്ട് വന്ന് പേടിപ്പിച്ചത്തേക്കും പുള്ളി പോയി സ്വന്തം സിനിമ 17 സ്ഥലങ്ങളിൽ കട്ട് ചെയ്തു. ഈ കട്ട് ചെയ്ത് കളയുന്ന 17 സീനുകൾ ചേർത്ത് വെച്ചാൽ പോലും എമ്പുരാൻ നല്ലൊരു സിനിമയല്ല. അപ്പോൾ ആ സീനിലൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇനി ആ സിനിമ എന്നതിന് കൊള്ളാം. ഒരു പൃഥ്വിരാജ് എന്ന വ്യക്തി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, അഭിനേതാവ് എന്നുള്ള രീതിയിൽ, ടെക്നീഷ്യൻ, ഡയറക്ടർ എന്നുള്ള രീതിയിൽ, ഈ പറഞ്ഞ നട്ടലുള്ളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒക്കെ ഒരു വ്യക്തിക്ക് സംഭവിച്ച, ക്യാരക്ടറിന് സംഭവിച്ച അപഭ്രംശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഓൾ ദ ബെസ്റ്റ് പൃഥ്വിരാജേ.